തൃശൂരിൽ DCC നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പതിച്ചവരുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇന്നലെ അർദ്ധരാത്രിയോടെ 2 പേർ എത്തി പോസ്റ്റർ പതിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. തൃശൂർ DCC പ്രസിഡന്റ് ക്രൈസ്തവർക്ക് വേണ്ടി തൃശൂർ സീറ്റ് വിറ്റു എന്നായിരുന്നു പോസ്റ്ററിലെ ആരോപണം. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ലെവിൻ, ഇതിൽ അത്ര വ്യക്തമായ ദൃശ്യങ്ങളൊന്നും അല്ല, എങ്കിലും പോസ്റ്റർ പതിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ പോസ്റ്റർ യുദ്ധം വളരെ സജീവമായി തൃശ്ശൂരിലും ആരംഭിച്ചോ? ഹർഷൻ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ തൃശ്ശൂരിൽ കോൺഗ്രസിനുള്ളിൽ പോസ്റ്റർ പ്രചാരണങ്ങളും യുദ്ധങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം സജീവമായിരുന്നു. DCC ഓഫീസിന് പരിസരത്ത് പോലും പോസ്റ്റർ പ്രചാരണം നടത്തിയത് കണ്ടെത്താൻ പ്രത്യേക അന്വേഷണങ്ങൾ നടന്നു. ഇതിനിടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരത്തിലുള്ള സമാനമായ പോസ്റ്ററുകൾ ഉണ്ടായത്. ഒരു ഭാഗത്ത് അതിന്റെ ഇരയായി വന്നത് TN പ്രതാപനായിരുന്നു. കോൺഗ്രസിന്റെ സംഘടന AICC സെക്രട്ടറി ആയിട്ടുള്ള TN പ്രതാപനെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പല ഘട്ടത്തിൽ പോസ്റ്ററുകൾ ഉണ്ടായതെങ്കിൽ ഇത്തവണ ഇപ്പോൾ പതിച്ചിരിക്കുന്ന പോസ്റ്റർ വന്നിരിക്കുന്നത് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. മുൻ UDF കൺവീനറായിട്ടുള്ള MP വിൻസെന്റ് മുൻ MLA ലക്ഷ്യമിട്ടുകൊണ്ടാണ് പറയുന്നത്. തൃശ്ശൂരിൽ രാജൻ ചേപ്പലൻ മുൻ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത് ക്രൈസ്തവർക്ക് സീറ്റ് കാശ് വാങ്ങിക്കൊണ്ട് സീറ്റ് വിറ്റു എന്നുള്ളതാണ്. ജോസഫ് ടാജറ്റ് അടക്കമുള്ള MP വിൻസെന്റ് അടക്കമുള്ള ആളുകൾ ചേർന്നാണ് ഇത്തരത്തിൽ ഈ പോസ്റ്റർ ഇത്തരത്തിൽ പോസ്റ്ററിൽ ആരോപണമുള്ളത്. ഇത്തരത്തിൽ സീറ്റ് വിൽപ്പന നടത്തിയത് മതേതരത്വം തകർക്കുന്ന, കോൺഗ്രസിനുള്ളിലെ മതേതരത്വം തകർക്കുന്ന നിലപാടാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് മണിക്കൂറുകൾ മാത്രം മുന്നിലുള്ളപ്പോൾ ഇത്തരത്തിൽ പോസ്റ്റർ പതിച്ചത്. ഈ പോസ്റ്റർ പതിച്ച യുവാക്കളുടേതായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലും അതോടൊപ്പം തന്നെ DCC ഓഫീസിന്റെ പരിസരത്തും നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലുമാണ് ഇത്തരത്തിൽ പോസ്റ്റർ എഴുതി തയ്യാറാക്കിയ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ഈ 2 യുവാക്കളാണ് ഈ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ TN പ്രതാപനെതിരായിട്ട് ഇത്തരത്തിലൊരു പോസ്റ്റർ രംഗത്ത് വന്നിരുന്നു. ആ പോസ്റ്ററിലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിന് സമാനമായിട്ടുള്ള 2 ചെറുപ്പക്കാർ ചേർന്നാണ് ഇത്തരത്തിൽ പോസ്റ്റർ പതിച്ചതെന്ന് വ്യക്തമായിരുന്നു. ഏതായാലും അക്കാര്യം പ്രതാപൻ പരാതി നൽകിയതോടുകൂടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. DCCക്കെതിരായി സേവ് കോൺഗ്രസ് എന്നുള്ള പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വരും. പക്ഷേ അത് ചൊല്ലിയുണ്ടായി ആഭ്യന്തരമായി കോൺഗ്രസിനുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പോസ്റ്റർ പ്രചാരണവും അതിനെ തുടർന്നുണ്ടാകുന്ന മറ്റ് സംഭവവികാസങ്ങളുമെല്ലാം. നേരത്തെ നിശ്ചയിച്ചിരുന്നത് മുൻ MLA ആയിട്ടുള്ള TV ചന്ദ്രമോഹനെയായിരുന്നു. ചന്ദ്രമോഹനും രാജൻ ചേപ്പല്ലനുമാണ് അവസാനഘട്ട പരിഗണനയിലുള്ളത്. ഇതിൽ ആര് സ്ഥാനാർത്ഥിയായാലും കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര തർക്കങ്ങൾക്കും ഗ്രൂപ്പ് പോരിനും ഈ വിഷയം കാരണമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഇതേക്കുറിച്ച് ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്താൻ ഇതുവരെയും തയ്യാറായില്ല. സ്ഥാനാർത്ഥി നിർണയം കൂടി വരുമ്പോൾ അതേക്കുറിച്ച് പ്രതികരിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ജോസഫ് ടാജറ്റും സംഘവുമെന്നാണ് കരുതുന്നത്. ഏതായാലും പോസ്റ്റർ പ്രചരണം നിർബാധം വീണ്ടും തുടരുന്നു. ആരോപണങ്ങൾ ഈ പോസ്റ്ററിനുള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാര്യം. ഹർഷൻ, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.